ഒരുത്തിന് 10 കോടി കിട്ടണത് ഒരു 2 കോടി ജനങ്ങളെ ഭയങ്കര നിരാശപ്പെടുത്തിയിട്ടാണ്. അവരിൽ നിന്ന് വലിയ പ്രതീക്ഷ കൊടുത്ത് 500 രൂപ വീതമൊക്കെ പിടുങ്ങിയിട്ടാണ് ഒരാൾക്ക് 10 കോടി കൊടുക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ഒരാൾക്ക് 10 കോടി കൊടുക്കുന്നത് ഏകദേശം 2 കോടി ആളുകളൊക്കെ പിഴിഞ്ഞിട്ടാണ്. അവിടെ പ്രശ്നം വരും. അത് പല പ്രലോഭനങ്ങളും നടത്തിയിട്ട് ഇതേ 2 കോടി കിട്ടാൻ പോകണം, ഒന്നാം സമ്മാനം 10 കോടി, അതിന്റെ താഴെ ഇത്ര കോടി, ഇത്രയാൾക്ക് ഇത്ര ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഓരോ ഓണം ബമ്പറൊക്കെ കഴിഞ്ഞാൽ പിന്നീട് പത്രങ്ങളിൽ വാർത്ത വരും, ഗവൺമെന്റിന് കിട്ടിയത് ഇത്ര കോടി, പിന്നെ അതിന്റെ ഈ ഏജന്റുമാർക്ക് കൊടുത്തത് ഇത്ര കോടി. ഇത്രയൊക്കെ ലാഭം ഉണ്ടാക്കിയിട്ടാണ് ഒരാളെ കോടീശ്വരനാക്കുന്നത്. അതുകൊണ്ട് അതൊരു വലിയ ചൂഷണമാണ്. അതുകൊണ്ട് ലോട്ടറി പാടില്ലെന്ന് നമ്മൾ പറയുമോ? നേരെ മറിച്ചിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി അവിടുത്തെ കച്ചവടം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരു കൂപ്പൺ തന്നു. ആ കൂപ്പൺ കിട്ടുന്ന ആൾക്ക് ഒരു വമ്പിച്ച ബെൻസ് കാർ കിട്ടി. അതിലൊരു വിഷമമില്ല, വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം അത് ആ ഒരു ഭാഗ്യമാണ് കിട്ടിപ്പോയത്. ഈ സൂപ്പർ മാർക്കറ്റിൽ